എല്ലാവർക്കും ഗ്രീൻ മം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ട് കുറേ ആയി. ആക്ച്വലി ഒരു 3 ആഴ്ചയായി ഞാൻ UAE ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പുതിയ വില്ലയിൽ ചെറിയ രീതിയിൽ ഗാർഡനിങ് ഒക്കെ, അതായത് വിത്തുകളൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷെ എന്താ ചെയ്യുക, എല്ലാം സക്സസ് ആവണമെന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഔട്ട്കം എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും കാണിക്കാം. അതിലിപ്പോൾ സക്സസ് ആയതും കാണിക്കാം, സക്സസ് അല്ലാത്തതും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗാർഡനിങ് വീഡിയോസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിട്ട വിത്തുകളുടെയൊക്കെ അപ്ഡേറ്റാണ്. മുളച്ചോ, മുളയ്ക്കാത്തതുണ്ടോ, ചീഞ്ഞു പോയതുണ്ടോ, നന്നായിട്ട് വളർന്നു വരുന്നതുണ്ടോ എല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവരാണ് ഞാൻ ഫസ്റ്റ് ബാച്ചിൽ വിത്ത് വിതച്ച ആൾക്കാർ. ഇതിൽ സത്യം പറയാലോ, പോൾ ബീൻസ്, അതായത് നോർമൽ ബീൻസ് ഞാൻ വിത്തിട്ടിട്ട് ആകെ ഈ കാണുന്ന ഒരു വിത്തേ മുളച്ചുള്ളൂ. ഇത് ആക്ച്വലി റീപ്പോർട്ട് ചെയ്യാനുള്ള ടൈമായി. പക്ഷേ ഇതിൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മടിച്ചിട്ടിരിക്കുക. എല്ലാവരും ചെയ്യുമ്പോൾ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ ഇതേ മുളച്ചുള്ളൂ, ബാക്കി എല്ലാ വിത്തും ചീഞ്ഞു പോയി. ഞാൻ 2 പ്രാവശ്യം ഇട്ടു. ആദ്യം ഇതുപോലെ കൊക്കോപ്പിറ്റിലിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചീഞ്ഞു പോയത് ചിലപ്പം വെള്ളം കൂടിയിട്ടെങ്ങാനാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മണലിലിട്ടു. മുളച്ചില്ല. പിന്നെ എന്നെ ഫസ്റ്റ് മുളച്ച് വന്ന് സന്തോഷിപ്പിച്ച ആൾക്കാരാണ് ഈ കാണുന്ന കുക്കുംബർ. പക്ഷേ ഈ തൈൻ്റെ വലിപ്പം നോക്കിയേ, 2 ആഴ്ച പ്രായമുള്ളൊരു ചെടിയാന്ന് പറയുമോ, മുളച്ചിട്ട് 2 ആഴ്ചയായി. പക്ഷെ ഇങ്ങനെ ഇരിക്കുക, ഒരു ഉഷാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് അതും ഒരു സങ്കടമായി. അതുപോലെ തന്നെയാണ് തക്കാളി. മുളച്ചു, ടൈമിന് തന്നെ മുളച്ചു വന്നു. പക്ഷെ ഒരു ഉഷാറില്ല, ഒരു വലിപ്പം വെക്കുന്നില്ല, ഗ്രോത്ത് കുറവായ പോലെ തോന്നുക. ഏതായാലും ഇവരൊക്കെ ഞാൻ ഈ ആഴ്ച ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രോ ആവോ നോക്കാമല്ലോ. കണ്ടോ, ഒരു ഗ്രോത്ത് കുറഞ്ഞ പോലെ തോന്നുന്നു. വിത്തൊക്കെ നല്ലതായിരിക്കും. ഞാൻ ഹൈബ്രിഡ് വിത്തൊക്കെയാണ് വാങ്ങിച്ചത്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ മുളകും അതെ, മുളച്ചു. പക്ഷേ വലിപ്പം വെക്കുന്ന കാണുന്നില്ല. ഇനി എൻ്റെ ഒരു ഡെയിലി വന്ന് എത്തി നോക്കണോണ്ടാണോ അവർ വളരാത്തതെന്ന് എനിക്കറിയില്ല. കെയറും കാര്യങ്ങളും കൂടിയതുകൊണ്ടായിരിക്കാം, അറിയാൻ പാടില്ല. ഇനി ഞാൻ മല്ലി വിത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലി എല്ലാം അടിപൊളിയായിട്ട് മുളച്ചു. ഇത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം മല്ലി വിത്തിട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലി വെറുതെ ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കൂല എന്നൊക്കെ. അത് വെറുതെ കേട്ടോ. കടയിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വാങ്ങുന്ന മല്ലിയാണെങ്കിൽ ചിലപ്പം കുതിർത്ത് 2 കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇടേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ അഗ്രികൾച്ചർ യൂസിന് വേണ്ടിയിട്ട് വിത്തായിട്ട് വാങ്ങുന്നതല്ലേ, ട്രീറ്റ് ചെയ്ത് ഫംഗിസൈഡൊക്കെ അടിച്ചിട്ട് വരുന്ന വിത്താണ്. അപ്പോൾ അത് വെറുതെ ഇട്ടപ്പോൾ തന്നെ ഇതാ അടിപൊളിയായിട്ട് മുളച്ചു. ഇനി ഇത് വളർന്ന് അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരുന്നുണ്ട്, കണ്ടോ, 2-3 ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. മല്ലി കടയിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പംകിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് ഞാൻ ഇട്ടതാ. അതെല്ലാം അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേറെ എന്തെല്ലോ വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ബീൻസൊക്കെ ഉണ്ട്, മുളയ്ക്കാത്ത ബീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മുളച്ച് വരുന്നില്ല, മുളയ്ക്കും തോന്നണില്ല. അപ്പോൾ പംകിൻ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. വളർത്തിയെടുക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണ് ഇത്, ചുവന്ന ചീര. വിത്തിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ. എല്ലാം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സുന്ദരി ചീരൻ്റെ വിത്താണ്. ഇതിൽ 1-2 തൈകളൊക്കെ കാണുന്നു, മുളയ്ക്കുന്നുണ്ട്. മുളയ്ക്കുമായിരിക്കും, കുറച്ച് സ്ലോ ആണ് മറ്റേതന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാലും മുളയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതും ഞാൻ മുളകിട്ടതാ, വെള്ളമുളക്, വെള്ളക്കാന്താരിയില്ലേ, അത് ഒരു ഉഷാറൊന്നുമില്ല, മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് പ്രായമുണ്ടേ, ഗ്രോത്ത് കാണുന്നില്ല. ഇനി ഞാനിങ്ങനെ ക്ഷമല്ലാണ്ടിരിക്കണോണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും കുറച്ചൊരു സമയം വെച്ച് നോക്കാം. പക്ഷെ ഇതിൽ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ആകെ ഇതേ മുളച്ചുള്ളൂ. അപ്പം പിന്നെ 2ാമത്തെ സെറ്റ് 2 വരിയിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ട ഗുണ്ടുമുളകില്ലേ, അതിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. അപ്പം അവർ മുളയ്ക്കുന്നു വിചാരിക്കും, മുളച്ച് വരുന്നുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊണ്ട് സെറ്റാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിത്തുകളുടെ അപ്ഡേറ്റ്. എല്ലാവരും കണ്ടല്ലോ,
ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് എന്താവും, ഈ മുളച്ചിട്ടുള്ള ചെടികളൊക്കെ ഞാൻ ചട്ടിയിൽ ഗ്രോ ബാഗിൽ ഒക്കെ ആക്കിയിട്ട് റീപോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ആ വീഡിയോസായിട്ട് ഞാൻ അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.